നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അതിനകത്ത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്, ഡിഫറെൻറ്റ് ഡിസൈൻസും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന സെറ്റ്സാണ്. ഇത് ഞാൻ കുറേ നേരത്തെ എടുത്ത ഒരു സെറ്റാട്ടോ. അതിൻ്റെ വേറെ കളക്ഷൻസാണ്, വേറെ കളേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം ഉപയോഗിക്കുകയും വാഷ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, ഹാൻഡ് വാഷ് ചെയ്യുന്ന മെറ്റീരിയലാട്ടോ. ഞാൻ എല്ലാ ചുരിദാറും ഷാമ്പൂലാണ്, ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പൂലാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ സെറ്റ്സ് എല്ലാം. ഇത് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ടോൺ. ഇത് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും അതിനകത്തേക്കൂടെ അത് ഇങ്ങനെ ഒരു സെൽഫ് ത്രെഡ് വീവ് ഡിസൈൻ ഓൾ ഓവർ ദ ബോഡിയിൽ പോയിട്ടുണ്ട്. അത് ഞാൻ ഇട്ടിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2850 അല്ലേ, 2850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ കണ്ടോ, നല്ല പ്യുവർ കോട്ട സിൽക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. ഇത് നമ്മുടെ മറ്റേ ആ സാധാ കോട്ട മെറ്റീരിയൽ ഇല്ല, അതല്ല കേട്ടോ, കോട്ട സിൽക്കിലാണ്, പ്യുവർ കോട്ട സിൽക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. അപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആ പ്യുവർ കോട്ട സിൽക്ക് എന്ന് പറയുമ്പോൾ. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. 2850. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ്, നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെയുള്ള മെറ്റീരിയലാട്ടോ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പിങ്കിൻ്റെ തന്നെ വേറൊരു ടോൺ, അല്പം കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ടോൺ. അതിനിങ്ങനെ ഒരു കോൺട്രാസ്റ്റിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. അപ്പം അതെ, കോൺട്രാസ്റ്റിൽ ദുപ്പട്ട കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ആ ഷോളിൻ്റെ എൻ പോർഷനിലും ആ ഒരു പിങ്കിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ബേജ് ടോൺ, ബേജ് ടോൺ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്, ബോട്ടം വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. പ്യുവർ കോട്ട സിൽക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയും നല്ല ക്വാളിറ്റിയുള്ള ടോപ്പ് മെറ്റീരിയലും. 2850. അടുത്ത് വരുന്ന നമുക്കൊരു മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന 2980. ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്ന സെറ്റ്. അതിൻ്റെ യോക്ക് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോൾ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട. അതിൻ്റെ വൺ സൈഡ് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വൺ സൈഡ് ബോഡിയിലും. അതേപോലെ തന്നെ അടുത്ത സൈഡ് വരുമ്പോൾ ഇതേപോലെ സ്കാലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന അടുത്ത സൈഡ് ഇതേപോലെ സ്കാലപ്പ് വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല രസമുള്ള വർക്കാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2980. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റുകളാണ്. അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ്. അതിനകത്ത് ഇത് മസ്ലിൻ ഫാബ്രിക് തന്നെയാണ്. അതിനകത്ത് ഇതേപോലെയാണ് യോക്കിൽ വർക്ക് കൊടുത്തിരിക്കുന്നത്, ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 2580, 2580. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ നല്ല ആ ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഓർഗൻസ ദുപ്പട്ട വിത്ത് ഹാൻഡ് പെയിൻ്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഇതൊക്കെ മസ്ലിൻ ഫാബ്രിക്കാണ്. മസ്ലിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആട്ടോ. ഇതും ഒരു ചെറുതായിട്ടൊരു ചന്തേരി ഫീലിലേക്ക് വരുന്ന ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2690. ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ കണ്ടത് ഇതേപോലെയാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ രണ്ട് സൈഡും ഇതുപോലെ ഒരു സിക്സ് ആക്ക് പാറ്റേണിലുള്ള എംബ്രോയിഡറി. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെയാണ് അതിൻ്റെ എൻ പോർഷൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബോഡിയിലും ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്. ദുപ്പട്ടയുടെ രണ്ട് ബോർഡേഴ്സും ഈ ഒരു സെയിം വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. യോക്കിൽ ഇതേപോലെ ബീഡ്സിൻ്റെയും കട്ട് ബീഡ്സിൻ്റെയും ഒക്കെ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2690. അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ടോൺ. ഇതിൻ്റെ 3350 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ഫാബ്രിക്. അതിനകത്ത് ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോക്കിൽ. നല്ല ബ്യൂട്ടിഫുൾ ഓർഗൻസ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്കാണ് വൺ സൈഡ് വന്നിരിക്കുന്നത്. ഇതേപോലെ കട്ട് വർക്കും വന്നിട്ടുണ്ട്, എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബോഡിയിൽ ഫുൾ ഇതേപോലെ ചെറിയ ചെറിയ മോട്ടീവ്സ് കൊടുത്തിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആട്ടോ, സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ ടോൺ, ഡിഫറെൻറ്റ്. ഇത് 3180. അതിൻ്റെ യോക്കിൽ ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത്, ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടോ, പിസ്ത ഗ്രീൻ. ദുപ്പട്ട നോക്കിയാൽ എന്ത് അടിപൊളി ദുപ്പട്ടയാണ്. സോഫ്റ്റ് ഓർഗൻസയിൽ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. പിസ്ത ഗ്രീൻ 3150. അടുത്തത് വരുന്നതും അതായത് ഒരു യെല്ലോ ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. ഇതും വരുമ്പോൾ ഒരു ചന്തേരി ഫീൽഡ് വരുന്ന മെറ്റീരിയൽ 2250. അതായത് ഒരു സിൽക്ക് ആൻഡ് ചന്തേരി ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ പോലെ. ഇതേപോലെയാണ് ഹാൻഡ് വർക്ക് യോക്കിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ. ഇതും സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിനകത്തേ കൂടെ കണ്ടോ, നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതെ, സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടം. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പീച്ച് പിങ്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. യോക്കിലെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി ഹാൻഡ് വർക്കാണ് കേട്ടോ യോക്കിൽ കൊടുത്തിരിക്കുന്നത്. അതെ, ദുപ്പട്ടയും അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. അടുത്തത് വരുന്നത് മെറൂൺ ഷെയ്ഡ്. മെറൂൺ ഷെയ്ഡിൽ ഇതേപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ മസ്ലിൻ ഫാബ്രിക്. അതിനകത്ത് യോക്ക് കണ്ടത് ഇതേപോലെ ഒരു പാറ്റേണിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 2680. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല ഫിനിഷിങ്ങിലുള്ളൊരു ഹാൻഡ് വർക്കും. അതിൻ്റെ ദുപ്പട്ട കണ്ടോ, ദുപ്പട്ട ഇതേപോലെ ഓർഗൻസയിൽ വന്നിട്ട്, സോഫ്റ്റ് ഓർഗൻസയിൽ വന്നിട്ട് ഫുൾ ബോഡി ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റ്സ്. നല്ലൊരു ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡ്, സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്തത് വരുന്നത് ഇതേപോലെ ഒരു സീ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന സെറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2280. ഇതിൻ്റെ യോക്ക് ഇതേപോലെ ഒരു വീനെക്ക് പാറ്റേൺ ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്, സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസാണ്. സോഫ്റ്റ് ഓർഗൻസയിൽ ഇതേപോലെ രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡർ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടം. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.